എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊച്ചി സ്റ്റൈൽ പട്ടത്തി നങ്ക് തിളപ്പിച്ചതാണ്. നമ്മുടെ ഈ ഒരു നാട്ടില് ഈ ഒരു പേരാണ് പറയപ്പെടുന്നത്. ഇതിന്റെ തോല് പൊളിച്ചെടുക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. എങ്കിൽ തന്നെ ഇത് കഴിക്കാനാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു പാചകം കൊച്ചി സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ഇടികല്ലിൽ വെച്ച് ഉള്ളിയും മുളകൊക്കെ ഒന്ന് ചതച്ചതിന് ശേഷമാണ് കറി തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഉണ്ടാക്കി എടുക്കാനും വളരെ എളുപ്പമാണ്, കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു മീൻകറി തയ്യാറാക്കി കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് ഈ ഒരു കറിയുടെ യഥാർത്ഥ രുചി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതും. ഇന്നത്തെ നമ്മുടെ ഈ ഒരു മീൻകറിയിൽ ഞാൻ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതൊരു പുളി വെച്ചിട്ടും ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് കൊച്ചി സ്റ്റൈൽ പട്ടത്തി നങ്ക് തിളപ്പിച്ചെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1/2 കിലോ ആണ് ഞാനിവിടെ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. ഈ ഒരു നങ്ക് പൊളിച്ചെടുക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും കഴിക്കാൻ നല്ല സ്വാദാണ്. അങ്ങനെ കഴുകി വൃത്തിയാക്കി ഉപ്പിട്ടൊക്കെ കഴുകി വെച്ചിട്ടുള്ള ഈ ഒരു നങ്ക് നമുക്കിനി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ കൂടി നമുക്കൊന്ന് എടുത്തു വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തു വെച്ചിട്ട് ഇതിലേക്ക് 15 കൊച്ചുള്ളിയും 1 കഷ്ണം ഇഞ്ചി, ഇനി വേണ്ടത് എരിവിന് ആവശ്യമായ 3 പച്ചമുളകാണ്. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ഒരു ഇടികല്ലിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇടികല്ലിൽ വെച്ച് ചതച്ചെടുത്ത് കറി തയ്യാറാക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ രുചി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇനിയിപ്പോ ഇടികല്ല് നിങ്ങളുടെ വീടുകളിൽ ഇല്ലെങ്കിൽ പോലും മിക്സിയുടെ ജാറിൽ ഇതുപോലെ ചതച്ചെടുത്ത് നിങ്ങൾക്ക് കറി തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ള ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം നല്ല പോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ചതച്ച ചേരുവകൾ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ചേരുവകളാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് തന്നെ കറിക്ക് ആവശ്യമായ 1 കഷ്ണം കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. മിക്കപ്പോഴും നമ്മുടെ വീടുകളിൽ ഇതുപോലുള്ള കറികളൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇഞ്ചിയും ഉള്ളിയൊക്കെ നല്ല പോലെ മൊരിയിച്ചതിന് ശേഷമാണ് കറി തയ്യാറാക്കി എടുക്കുന്നത്. പക്ഷേങ്കിൽ ഇന്നത്തെ ഈ ഒരു മീൻ തിളപ്പിച്ചതിൽ അധികം ഇഞ്ചിയും ഉള്ളിയും ഒന്നും വഴറ്റിയിട്ടില്ല. ഇതെല്ലാം ഒന്ന് വാടി വന്നാൽ മാത്രം മതിയാകും. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഒരു പാകമാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂടെ തന്നെ എരിവിന് ആവശ്യമായ 1.5 സ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് അതിന്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്താണ് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. മുളക് പൊടി ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒക്കെ കുറച്ച് വെച്ചതിന് ശേഷം ആയിരിക്കണം ചേർക്കേണ്ടത്. ഇപ്പോൾ പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പുളി കുതിർത്തിയതിൽ നിന്നും കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറിയുടെ ഗ്രേവി നല്ല കട്ടിയായിട്ട് കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ വീണ്ടും ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഈ ഒരു മീൻകറി തയ്യാറാക്കി എടുക്കുമ്പോൾ അധികം ചാറിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഈ ഒരു മീന് ധാരാളം വെള്ളം ഉള്ളതാണ്. തിളച്ചു കഴിയുമ്പോഴേക്കും ഒരുപാട് വെള്ളം ഈ മീനിൽ നിന്ന് ഇറങ്ങി വരും. നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അരപ്പൊന്ന് തിളച്ചു വരാനായിട്ട് ഒന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. അങ്ങനെ 2 മിനിറ്റ് നേരം കറി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മൂടി തുറന്ന് നോക്കാം. നമ്മുടെ കറിയുടെ ചാറെല്ലാം നല്ല പോലെ വറ്റി കുറുകിയ പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. ഈ ഒരു പാകമായാൽ പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ നെക്കി പിഴിഞ്ഞതിന് ശേഷമായിരിക്കണം ചേർക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മീനെല്ലാം കറിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് താത്തിയും കൂടെ വെച്ചു കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം കൂട്ടി വെച്ചു കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ ഒന്ന് കറി തിളച്ചാൽ മതിയാകും. 2 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ തിളച്ച കറി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഒന്നുകൂടെ മീനെ താത്തി വെച്ചു കൊടുക്കാം. 2 മിനിറ്റ് നേരവും കൂടെ ചെറിയ തീയിൽ മൂടി വെച്ച കറി ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. ഈ ഒരു പാകമായാൽ പിന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. വളരെ രുചികരമാണ് ഈ ഒരു കറി കഴിക്കാനായിട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പവുമാണ്. ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു മീൻകറി എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനി ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.